എന്താണ് ബ്രെയിൻ ഫോഗ്? റീസെന്റ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നതും നമ്മൾ പലരിലും അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. ബ്രെയിൻ ഫോഗ് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? സംശയിക്കേണ്ട, അത് തന്നെ, ഫോൺ യൂസ്. നമ്മൾ ഒരുപാട് നേരം നമ്മൾ ഫോൺ യൂസ് ചെയ്ത് സോഷ്യൽ മീഡിയസിലും കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിന് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളും കിട്ടാതെ വരികയും അത് ബ്രെയിൻ ഫോഗ് എന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സ്ലീപ്പ്. ഒരു 7 to 8 മണിക്കൂർ വരെ ഒരു ഹെൽത്തി സ്ലീപ്പ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും ബ്രെയിൻ ഫോഗ് ഉണ്ടാവാനുള്ള ഒരു മെയിൻ റീസൺ ആണ്. അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്. നമ്മൾ പലപ്പോഴായിട്ട് കഴിക്കുന്ന ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് മുതലായ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബ്രെയിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള റീസൺ നമ്മുടെ ബ്രെയിൻ ഫോഗിന് കാരണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ചില മെഡിസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചില ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ബ്രെയിൻ ഫോഗ് ഉണ്ടാക്കാനുള്ള റീസൺസ് ആണ്. ഇനി നമുക്കിത് കൺട്രോൾ ചെയ്യണമെന്നാണെങ്കിൽ മിനിമം 7 to 8 hours എങ്കിലും ഒരു ഗുഡ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഫോൺ യൂസ്, അതായത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യാൻ ട്രൈ ചെയ്യുക. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി വെക്കുക. അതിനുവേണ്ടി നമ്മൾ ഏകദേശം ഒരു 2 to 3 liters എങ്കിലും വെള്ളം കുടിക്കാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ബ്രെയിനിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റി, അതായത് ചെസ് പോലുള്ള ചില ഗെയിംസും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മാറണം എന്നുള്ള ഒരു ചിന്ത. സോ നിങ്ങൾക്ക് അറിയുന്നവർ ആരെങ്കിലും ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദ വീഡിയോ.